യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോ അവസാനിപ്പിക്കുമ്പോൾ ഒരായത്ത് കൂടി പറയട്ടെ. പ്രവാചകനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കൾ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ച ചോദ്യമുണ്ട്. ആ മക്കളെ ചേർത്ത് പിടിക്കുകയാണ്. അള്ളാഹുവിന്റെ പരലോകം എന്ന് പറയുന്ന ലോകത്ത് രക്ഷപ്പെടാൻ മക്കളെ നിങ്ങൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതമെന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് വിട പറയുന്നത്. അം കുൻതും ശുഹദാ ഇദ് ഹലറ യാക്കൂബൽ മൗതു. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മരണമാസന്നമാകുന്ന ആ സന്ദർഭം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, നിങ്ങൾ സാക്ഷികയായി ആയിരുന്നുവെങ്കിൽ എന്ന് തുടങ്ങിക്കൊണ്ട് അല്ലാഹു തആല പറയുന്ന ഒരു വാചകമുണ്ട്. യാക്കൂബ് നബി തന്റെ മക്കളോട് ചോദിച്ച സന്ദർഭം, ഇത് ഖാല ലിബനീഹി, തന്റെ മക്കളോട് അദ്ദേഹം ചോദിച്ച സന്ദർഭമാണ്. എന്താ ചോദിച്ചത്? എന്റെ ആ സ്വത്ത് എന്ത് ചെയ്യുമെന്നതല്ല, ഈ സ്വത്ത് എന്ത് ചെയ്യുമെന്നതല്ല, അപ്പുറം കാണുന്ന സ്വത്ത് എന്ത് ചെയ്യുമെന്നതല്ല. എന്താ ചോദിച്ചത്? തന്റെ മക്കളോട് ചോദിച്ച സന്ദർഭം എന്താ? മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ എന്റെ കാലശേഷം നിങ്ങളുടെ ആരാധന എങ്ങനെയായിരിക്കും, ആരെയായിരിക്കും നിങ്ങൾ ആരാധിക്കുക? ആ മക്കൾ ലോകത്തോട് വിട പറയുന്ന തന്റെ വാപ്പയോട്, രോഗശയ്യയിൽ കിടക്കുന്ന മരണപ്രാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തന്റെ വാപ്പയോട് മക്കൾ ഒരുമിച്ച് പറയുന്ന മറുപടിയുണ്ട്. ഖാലു, അവർ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. ഇവരുടെയൊക്കെ ഇലാഹാകുന്ന ഏകനായ അള്ളാഹുവിനെയായിരിക്കും ഞങ്ങൾ ആരാധിക്കുക. പോരാ, എന്നിട്ട് അവർ അവസാനിപ്പിച്ചത് എങ്ങനെ? വനഹ്നു ലഹു മുസ്ലിമൂൻ, ആ രക്ഷിതാവിന്റെ മുമ്പിൽ ഞങ്ങൾ കീഴ്പ്പെട്ടവരായി ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രിയപ്പെട്ട ഉപ്പ ലോകത്തുനിന്ന് വിട പറയുമ്പോ ഈ വാക്ക് കേട്ടുകൊണ്ടാണ് ആ ഉപ്പ ലോകത്തുനിന്ന് വിട പറയുന്നത്. നമ്മൾ ചോദിച്ചിട്ടുണ്ടോ നമ്മളെ മക്കളോട്? ഉണ്ടോ? ഡിഗ്രിക്കാരനായ, അതിനപ്പുറം ബിരുദാനന്ദ ബിരുദങ്ങൾ നേടിയ, നമ്മേക്കാൾ വലിപ്പമുള്ള ഹൈറ്റും വെയിറ്റുമുള്ള തന്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് എങ്ങനെയായിരിക്കും ബാപ്പ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ ജീവിതം? നമസ്കാരത്തിന്റെ കാര്യം എന്തായിരിക്കും? ആരാധനയുടെ കാര്യം എന്തായിരിക്കും? തൗഹീദിൽ ഉറച്ചു നിൽക്കുകയില്ലേ മോനെ എന്നൊക്കെ ഞാനും നിങ്ങളും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പെട്ടെന്ന് ഞാൻ മരണപ്പെട്ടു പോയാൽ മക്കളെ നിങ്ങളുടെ ഇബാദത്തുകൾ എങ്ങനെയായിരിക്കും? ഏകനായ റബ്ബിനെ ആരാധിച്ച് അവനോട് മാത്രം ദുആ ചെയ്ത് അവന്റെ മുമ്പിൽ മാത്രം വഴിപാടുകൾ അർപ്പിച്ച് അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്ത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് എല്ലാവിധ ആരാധനയുടെ മുച്ചൂട് രംഗങ്ങളും ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ മാത്രം സമർപ്പിച്ച് ജീവിക്കുന്ന മക്കളായി നിങ്ങൾ ഉണ്ടാകുമോ? ചോദിച്ചിട്ടുണ്ടോ നമ്മൾ? ഉണ്ടോ? നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെ മക്കളെ കുറിച്ച്. ആ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. കുറ്റപ്പെടുത്തലുകൾ മാത്രമല്ല, ചേർത്ത് പിടിക്കണം. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇവിടുത്തെ ജീവിതം എപ്പോഴും പൊടിഞ്ഞു പോകാമെന്ന ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകണം. ഏറി വന്നാൽ 60ന്റെയും 70ന്റെയും ഇടയിലാണ് നമ്മുടെ ശരാശരി ജീവിതകാലം എന്നത് പ്രവാചക ഗുരുവര്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാനും നിങ്ങളും അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് അവരെ ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കണം ഈ ലോകത്തിന്റെ നൈമിഷികതയെക്കുറിച്ച്, നശ്വരതയെക്കുറിച്ച്, വരാനിരിക്കുന്ന ശാശ്വതമായ പരലോകമെന്ന് പറയുന്ന ലോകത്തെക്കുറിച്ച്. എന്നിട്ട് അവരോട് ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ആഗ്രഹിക്കണം നമ്മൾ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് കൺകുളിർമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം നമ്മൾ. അല്ലാഹുവേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, എന്റെ കബറിടം സന്ദർശിച്ചാലും ഇല്ലെങ്കിലും യാത്രയിലും ബസ്സിലും ട്രെയിനിലും ഫ്ലൈറ്റിലും എവിടെയാകട്ടെ, ബിസിനസ് രംഗങ്ങളിലും കച്ചവട സ്ഥലങ്ങളിലും ഓഫീസുകളിലും ഒക്കെ ഇരുന്ന് ആഗ്രഹിക്കണം, എന്റെ മോൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ നമ്മുടെ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുക, നമ്മൾ നമ്മുടെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുക. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്ന പ്രയോഗം വന്നില്ലേ ഹദീസിൽ? ആ പ്രയോഗത്തെ നമ്മൾ അതേ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് മക്കൾക്ക് ഉപദേശങ്ങൾ കൊടുക്കണം.